ഹലോ, വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റ. നിങ്ങളുടെ ബുക്കുകളിൽ പ്രോബബിലിറ്റി അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരിക്കും. ആ ടോപ്പിക്കിൽ വരുന്ന ഫസ്റ്റ് ലെസൺ ആണിത്. വാട്ട് ഈസ് ഡേറ്റ? ഡേറ്റ ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്റ്റ്. ഡേറ്റ എന്ന് പറയാം, ഡേറ്റം എന്നും പറയാം. ദ സിംഗുലർ ഫോം എന്ന് പറയുന്നതാണ് ഡേറ്റം. സോ ഡേറ്റം ഈസ് വെരി ഹൈ എന്ന് പറയാം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ. ഇപ്പം തന്നെ നമ്മുടെ ഫോണിൽ എത്ര ഡേറ്റ ഉണ്ട് എന്ന്, 1 GB ആണോ 2 GB ആണോ അൺലിമിറ്റഡ് ഡേറ്റ ആണോ അല്ലേ? ഡേറ്റ ഈസ് വെരി വെരി കോമൺ ദീസ് ഡേയ്സ്. സോ ഡേറ്റ ആർ അവൈലബിൾ എന്ന് പറയാം ബിക്കോസ് ഇറ്റ്സ് എ പ്ലൂറൽ, ബട്ട് കോമൺലി ഡേറ്റ ഈസ് അവൈലബിൾ എന്നാണ് കോമൺലി നമ്മൾ പറയാറുള്ളത്. സോ ഡേറ്റ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് എ ഫാക്റ്റ്. നമ്മൾ മാത്സിൽ പഠിക്കുമ്പോൾ ഡേറ്റ ആർ ഓഫ് 2 types. ഒന്നിന് പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ്, അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ്. ഞാൻ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ, ഇപ്പം ജിറാഫിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുന്നത്? ദേ ഹാവ് വെരി ലോങ് നെക്ക് അല്ലേ? ദേ വെരി ടോൾ, ദേ ഹാവ് കൈൻഡ് ഓഫ് പാറ്റേൺസ് ഓൺ ദ ബോഡി അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. അതിന് പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ്. യു ആർ ഡിസ്ക്രൈബിങ് സംതിങ്. ഇപ്പം എനിക്കൊരു പഗ് പപ്പി ഉണ്ടെന്ന് വെച്ചോ. പഗ് പപ്പി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ്? മൈ പഗ് പപ്പി ഈസ് ബ്രൗൺ ഇൻ കളർ ആൻഡ് ഹീ ഈസ് വെരി ക്യൂട്ട്. സോ ഐ എം ഡിസ്ക്രൈബിങ് ഹിം. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റി, ഓക്കെ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻ, അതായത് ഡിസ്ക്രൈബിങ് സംതിങ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. ഇപ്പം നമ്മൾ 1 ലിറ്റർ പാല് മേടിക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് 1 ലിറ്റർ ഓഫ് മിൽക്ക്. സോ വി കോൾ ഇറ്റ് ആസ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. സോ ദ ഡാറ്റ ആർ ഓഫ് 2 types. ക്വാളിറ്റി, ക്വാളിറ്റേറ്റീവ് ഡാറ്റ, യു ഡിസ്ക്രൈബ് സംതിങ്. എൻ്റെ കയ്യിലിരിക്കുന്ന പേഴ്സിൻ്റെ കളറ് ബ്ലാക്ക് കളറാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലെതർ. It's shiny and it has got special layer, pocket to keep my phone. ഇതൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് വി ഓഫൺ വാട്ട് ഈസ് യുവർ ഹൈറ്റ് ഓ വാട്ട്സ് യുവർ വെയ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ്. ഇറ്റ് ഈസ് ന്യൂമറിക്കൽ. നൗ ലെറ്റ്സ് കീപ് മൂവിങ്. Here we go. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആർ ഓഫ് 2 types. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. സോ ഡിസ്ക്രീറ്റ് ഡേറ്റ ക്യാൻ ഓൺലി ടേക്ക് സർട്ടൺ വാല്യൂ ലൈക്ക് ഹോൾ നമ്പേഴ്സ്. ഡിസ്ക്രീറ്റ് ഡേറ്റ, ഇപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പം നമുക്ക് കുതിരയുടെ പടം കാണാം. അപ്പം കുതിരയുടെ പടം കാണുമ്പോൾ എത്ര എണ്ണം ഉണ്ട് ആ പിക്ചറിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഹൗ മെനി ആർ ദെയർ, യു ക്യാൻ കൗണ്ട് 1 2 3 4. സോ യു വിൽ സേ എന്താ പറയുന്നത് 4 horses. അതിന് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് ഡേറ്റ ക്യാൻ ടേക്ക് എനി വാല്യൂ വിതിൻ എ റേഞ്ച്. അതായത് 1.2. ഇപ്പം എത്ര കുതിര ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് 3.2 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് വി നോ ദാറ്റ് ഐദർ ഇറ്റ് ഹാസ് ടു ബി എ ഹോൾ നമ്പർ. കറക്റ്റ്. സോ കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് വെയ്റ്റ്. വാട്ട്സ് യുവർ വെയ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 48.5 എന്ന് വേണം പറയാം, ടു ബി മോർ സ്പെസിഫിക് അല്ലേ? സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ 48.5 എന്ന് പറയാം. അല്ലെങ്കിൽ ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 5.2, 5 അടി 2 ഇഞ്ച് അല്ലേ? അല്ലാതെ 5 കഴിഞ്ഞിട്ട് 6 എന്നല്ലല്ലോ പറയുന്നത്. സോ ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് one. So the difference between, so there are 2 types. One is discrete and one is continuous. Discrete data can only take the whole numbers and you can count them. How many cars are passing in front of my house in every 10 minutes? If it is a busy street, ഒരു busy streetൽ നമ്മൾ താമസിക്കുന്നെങ്കിൽ നമുക്കറിയാം ഒരു 10 മിനിറ്റിനുള്ളിൽ മേ ബി ഒരു 50 cars അല്ലെങ്കിൽ 100 cars പോയിരുന്നിരിക്കാം അല്ലേ? ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ വെരി റിമോട്ട് ഏരിയ, ഒരു ഗ്രാമത്തിലാണെങ്കിലോ ഇൻ എൻ അവർ മേ ബി 1 car മൈറ്റ് പാസ്. ഒരു കാറായിരിക്കും പോകുന്നത്. അതിനാണ് discrete. You can count it.
കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത് എത്ര മഴ പെയ്തെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഗവൺമെൻറ് സൈറ്റിൽ എത്ര മഴ പെയ്തെന്ന് നോക്കുവാണെങ്കിൽ പറയും 15 മില്ലിമീറ്റർ അല്ലെങ്കിൽ 15.2 മില്ലിമീറ്റർ റെയിൻ എന്നൊക്കെ പറയത്തില്ലേ, അതിന് പറയുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ. പിന്നെ ഡേറ്റ നമ്മൾക്ക് പല തരത്തിൽ കളക്ട് ചെയ്യാം. ഒന്ന് ഒബ്സേർവ് ചെയ്ത് കളക്ട് ചെയ്യാം. അതായത് ഇപ്പം പറഞ്ഞതിന് എക്സാമ്പിളാണ്, എത്ര കാറ് ഒരു സ്ട്രീറ്റിൽ കൂടെ പോകുന്നു അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓഫ് ദ ഡേ, അല്ലെങ്കിൽ എത്ര വെള്ള കാറ് പോകുന്നു, എത്ര കറുത്ത കാറ് പോകുന്നു, അല്ലെങ്കിൽ ഇന്ന കാർ പാർക്കിൽ എത്ര വെള്ളക്കാറുണ്ട്, എത്ര കറുത്ത കാറുണ്ട്, എത്ര ബ്ലൂ കാറുണ്ട്, എത്ര റെഡ് കാർസ് ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് പറയുന്നതാണ് ബൈ ഒബ്സർവേഷൻ. Now we have to go to the next way. So എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാം? ഒബ്സർവേഷൻ ഉണ്ട്. The simplest way is direct observation. സെൻസസ്. ഇനി അനദർ ടൈപ്പ് ഓഫ് കളക്ടിങ് ഡേറ്റ ഈസ് സെൻസസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ ഒക്കെ വീട്ടിൽ സെൻസസ് എടുക്കാൻ വരും. എത്ര പേര് നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഫാദർ, മദർ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, നിങ്ങളുടെ സിബ്ലിങ്സ് എല്ലാവരും കൂടെ കൂടി ചിലപ്പോൾ 6 പേരായിരിക്കും, അല്ലെങ്കിൽ 8 പേരായിരിക്കും. നിങ്ങളുടെ അങ്കിൾസ് നിങ്ങളുടെ കൂടെ അങ്കിളോ ആൻറ്റിയോ ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ. സോ സെൻസസ് എന്ന് പറയുന്നത് ഈസ് വെൻ വി കളക്ട് ഡേറ്റ ഫോർ എവരി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്. ഹോൾ പോപ്പുലേഷനാണ് നമ്മളത് കൗണ്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം വാക്സിൻ എടുക്കുന്നത് ഹോൾ പോപ്പുലേഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ സെൻസസ് ഈസ് വെൻ വി കളക്ട് ഡേറ്റ ഫോർ എവരി മെമ്പർ ഓഫ് ദ ഗ്രൂപ്പ്. പിന്നെ സാമ്പിൾ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. സാമ്പിൾ ഈസ് വെൻ വി കളക്ട് ഡേറ്റ ജസ്റ്റ് ഫോർ സെലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. അതായത് സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഏജ് ഗ്രൂപ്പിനെ വേണം നമുക്കെടുക്കാം. 20 to 40 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിലെ ഫീമെയിൽസ് ആൻഡ് മെയിൽസ്, അല്ലെങ്കിൽ ഫീമെയിൽ മാത്രം എത്ര പേര് ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഓപ്പോ യൂസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എത്ര പേര് ഡ്രസ്സിങ്ങിൽ, അതായത് സാരീസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ, എത്ര പേര് ജീൻസ് ഇടുന്നുണ്ട്, മനസ്സിലായില്ലേ? അതിനൊക്കെ പറയുന്നതാണ് സാമ്പിൾ. A sample is when we collect data just for selected members of the group. പിന്നെ സെൻസസും സാമ്പിളും കമ്പയർ ചെയ്യുമ്പോൾ സെൻസസ് ഈസ് മോർ ആക്യുറേറ്റ്. അതായത് നമുക്കറിയാം, ഒരു വീട്ടിൽ ചെന്നാൽ സെൻസസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും എത്ര പേരുണ്ടെന്ന് നോക്കുക. സാമ്പിളാണേലോ നമ്മളവിടെ ചെന്നിട്ട് ഇന്ന ഏജ് ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് അവരുടെയാണ് ക്യൂ എടുക്കുന്നത്. സോ സെൻസസ് ഈസ് വെരി ആക്യുറേറ്റ്, but it is very hard to do. നമുക്കറിയാം, very hard for people need to go to each house to find out that. Sample is not as accurate but may be good enough and a lot easier to get a general understanding about the phone usage, അല്ലെങ്കിൽ ഡാറ്റ യൂസേജ്, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണത്തെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാമത്തിലാണെങ്കിൽ എത്ര പേർക്ക് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സർവേ വേണമെങ്കിൽ എടുക്കാം. എത്ര പേർക്ക് ഇന്ന ഷോപ്പിൽ എന്നൊക്കെ സാധനങ്ങളാണ് താല്പര്യപ്പെടുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് സാമ്പിൾ. Now, my question to you is, give me a few examples of quantitative, qualitative, discrete, census and sample. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഈ ലെസൺ കണ്ടു കഴിഞ്ഞ് മനസ്സിലായെങ്കിൽ ഇതിടുവാണെങ്കിൽ എനിക്കത് വളരെ സന്തോഷമായിരിക്കും. ബിക്കോസ് ദെൻ ഐ നോ ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. സോ ഒന്നുകൂടെ ടു റീക്യാപ്പ്, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കുക, എൻ്റെ പട്ടിക്ക് എത്ര കാലുണ്ട്, അല്ലെങ്കിൽ എത്ര ചെവിയുണ്ട്. സോ യു ക്യാൻ കൗണ്ട് അല്ലേ? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് തന്നെയാണ്, യു ആർ ഡിസ്ക്രൈബിങ് സംതിങ്, ദ കളർ ഓഫ് ദി ഫ്ലവർ, അല്ലെങ്കിൽ കളർ ഓഫ് ദ ഡ്രസ്, or describing the dress. What kind of dress is she wearing? മനസ്സിലായില്ലേ? ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിച്ചത്? ഡിസ്ക്രീറ്റ് ഇറ്റ്സ് എ ഹോൾ നമ്പർ. ഓർക്കുന്നില്ലേ? ഇറ്റ്സ് യു ക്യാൻ കൗണ്ട് ഇറ്റ്. ദാറ്റ്സ് കോൾഡ് ഡിസ്ക്രീറ്റ്. പിന്നെ സെൻസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ദ ഹോൾ പോപ്പുലേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻസസ്. സാമ്പിൾ എന്ന് പറയുന്നത് only for a certain group. Maybe it's an age group, it can be made just for male, just for females. മനസ്സിലായില്ലേ? I hope this lesson is clear to you. Please subscribe to our channel and please share it with your friends if you like this, and if it is easy to follow, let me know how can we support you. Thank you. Bye.